ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ. ഇനി തെനാക്ക് വീഡിയോയിൽ എന്താണ് സകല വിശുദ്ധരുടെയും തിരുനാൾ, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ലക്ഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നൊരു നല്ല കാര്യമാണ്. അതായത് നമ്മൾ വിശുദ്ധനാവണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. സകല വിശുദ്ധരെയും പോലെ സകല വിശുദ്ധരുടെയും ആ ലിസ്റ്റിൽ നമ്മളും ഉൾപ്പെടണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ തിരുനാൾ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പേഴ്സണൽ സെയിന്റ് ഉണ്ടായിരിക്കണം. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പേഴ്സണൽ സെയിന്റ് ഉണ്ടായിരിക്കണം. ഡോൺ ബോസ്കോയുടെ ഒക്കെ കാലഘട്ടത്തിൽ, ഡൊമിനിക് സാവിയൊക്കെ ഡോൺ ബോസ്കോയുടെ ശിഷ്യനാണല്ലോ. ഡോൺ ബോസ്കോയുടെ കാലഘട്ടത്തിൽ ഡോൺ ബോസ്കോ ഈ വാലന്റൈൻ ഡേക്ക് ചെയ്യുമായിരുന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. വാലന്റൈൻ ഡേക്കാണ് ചെയ്തതെന്ന് പറയുന്നത് ഓൾ സയൻസ് ഡേയിലേക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു ബോക്സിൽ അനേകം വിശുദ്ധര്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള അനേകം വിശുദ്ധര്, സമർപ്പിതരും അൽമാരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള അനേകം വിശുദ്ധരുടെ പേരുകൾ എഴുതിയിട്ടിട്ട് ഓരോരുത്തരും അത് നറുക്കെടുക്കും. അടുത്തൊരു വർഷക്കാലത്തേക്ക് എൻ്റെ വാലന്റൈൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. വാലന്റൈൻ ഡേക്ക് ചെയ്തൊരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഓൾ സയൻസ് ഡേയിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഇത്. നമുക്ക് ഒരു സെയിന്റിനെ പിക്ക് ചെയ്യുക, ആ സെയിന്റിനോട് നമുക്കൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാം. നമുക്ക് ഓൾറെഡി നമുക്ക് ചിലപ്പോൾ സെയിൻസ് ഉണ്ടാകും. ഇപ്പം എൻ്റെ പേരിൽ സെയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേഴ്സണൽ സെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ പാദ്രി പിയ. പിന്നെ ഒരു സെക്കൻഡ് സെയിന്റ് എന്നൊക്കെ പറയുന്നത് മാക്സിമിലിയൻ മരിയ കോൾബെ, അതുപോലെ ഫ്രാൻസിസ് അസീസി, കാരണം ഇവരെല്ലാം ഫ്രാൻസിസ് സെയിൻസ് ആണ്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീന, കൊസ്രേസ്യ തുടങ്ങിയ വിശുദ്ധ. അപ്പം ഇങ്ങനൊരു സെറ്റ് വിശുദ്ധര് നമുക്ക് പ്രിയപ്പെട്ട വിശുദ്ധരായിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഏറ്റവും താല്പര്യത്തോട് കാണുന്ന പാദ്രി പിയ. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെ ഒരു പേഴ്സണൽ സെയിന്റിനെ ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു എളുപ്പ വഴിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഈസ്റ്റർ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സകല ഈ വിശുദ്ധരുടെ അനുദിന വിശുദ്ധരുടെ പുസ്തകത്തിൽ ആ ഡേറ്റിൽ വരുന്ന വിശുദ്ധൻ ആരാന്ന് നോക്കുക. ആ വിശുദ്ധനെ നമ്മൾ ഒരു വർഷക്കാലയളവിലേക്ക് അല്ലെങ്കിൽ 6 മാസ കാലയളവിലേക്ക് നമ്മുടെ കൂടെ പിടിക്കുക, കൂട്ടുകാരനായിട്ട് കൂടെ കൂട്ടുക. പിന്നെ നമ്മൾ മറ്റൊരു സെയിന്റ് മാറിയെടുക്കുക. അപ്പം അല്ലെങ്കിൽ ആജീവനാന്തം ഒരു സെയിന്റിനെ നമ്മൾ സ്വീകരിക്കുക. എന്താണെങ്കിലും ആ സെയിന്റ് നമ്മളെ ഉറപ്പായിട്ടും, നമ്മൾ മറന്നുപോയാലും ആ സെയിന്റ് മറക്കാതെ നമ്മളെ സഹായിക്കും. വിശുദ്ധരുടെ സഹായത്തോടു കൂടി വിശുദ്ധ ജീവിതം നയിക്കാൻ വിശുദ്ധരുടെ തിരുനാളിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.